Welcome back all of you. Tahiman is the diuretics video series le nammade moonamathe third video aanu. First video was about classification, then we defined anganekayirunnu nammal cheythathu. Randamathathil we discussed about carbonic anhydrase inhibitors, so exclusively about carbonic anhydrase inhibitors. And third one moonamathe, so we will talk only about loop diuretics. Loop diuretics are the most effective diuretics. So we talk about the pharmacology of loop diuretics in this video. ആദ്യം നമുക്ക് മരുന്നുകൾ ഏതെല്ലാമാണ് എന്ന് നോക്കാം. നമ്മൾ കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്ററിൽ കണ്ട പോലെ ഇവിടെയും സൾഫ മരുന്നുകളുണ്ട്. സോ ദീസ് ആർ സൾഫ റിലേറ്റഡ് ഡ്രഗ്സ് ആണ് ഇതെല്ലാം. അതിനകത്തെല്ലാം അമൈഡ്സിലായിരുന്നു അവസാനിച്ചിരുന്നത്. ഇതെല്ലാം അമൈഡ്സ് അല്ല. വി ക്യാൻ സി സം മൈഡ്സ് ഉണ്ട്, പക്ഷെ ഇവിടെ ഒരു നൈഡ് ആണ്, പക്ഷെ ഇവിടെ മൈഡ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഡ്രഗ് ഈസ് ഫ്രൂസിമൈഡ്. ഫ്രൂസിമൈഡ് നമുക്ക് ഇവിടെ ഞാൻ ഫുറോസിമൈഡ് എന്നാണ് എഴുതിയത്. ഫ്രൂസിമൈഡ് എന്ന് എഴുതിയാലും തെറ്റില്ല. ഓക്കെ, ബോത്ത് ആർ കറക്റ്റ്. ആൻഡ് ഫേമസ് ട്രേഡ് നെയിം ഈസ് ലാസിക്സ് എന്നായിരിക്കും പല ആൾക്കാരും ഇതിനെ അറിയപ്പെടുക. ആൻഡ് ഇതാണ് ഏറ്റവും അധികം മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ലൂപ്പ് ഡയോറിറ്റിക് ആൻഡ് ഓൾസോ ഡയോറിറ്റിക് ഇത് തന്നെ ആയിരിക്കും. രണ്ടാമത്തെ മരുന്ന് ടോർസിമൈഡ് ആണ്. ടോർസിമൈഡിന്റെ പ്രത്യേകത ദിസ് ദ ലോങ്സ്റ്റ് ആക്ടിങ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോർസിമൈഡ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് സം അറൌണ്ട് 8 times more potent than ഫ്രൂസിമൈഡ്. ആൻഡ് ബുമിറ്റാനൈഡ് ആണ് മോസ്റ്റ് പൊട്ടന്റ്. സോ ദിസ് ഈസ് മോസ്റ്റ് പൊട്ടന്റ് ലൂപ്പ് ഡയോറിറ്റിക് ആണ്. ദിസ് ഈസ് സം 40 times more potent than ഫ്രൂസിമൈഡിനേക്കാൾ ഇത്രയും ഇരട്ടി ശക്തിയുള്ളതാണ്. ദെൻ പുതിയൊരു മരുന്നാണ് അസോസിമൈഡ് സം അറൌണ്ട് 8 to 10 times potent than ഫ്രൂസിമൈഡ്. പിന്നെ ഒരെണ്ണം കൂടി പറയുന്നുണ്ട്, പിറ്ററാമൈഡ് എന്ന് പറയുന്നത്. ഞാനത് പറയുന്നില്ല അതിനെപ്പറ്റി ഇവിടെ. അടുത്ത ഗ്രൂപ്പ് ദാറ്റ് ഈസ് നോൺ സൾഫ കോമ്പൗണ്ട്സ് ആണ്. ബട്ട് ഇതിനെ നമുക്ക് മെർക്കൂറിയൽസ് എന്നും വിളിക്കാം. മെർക്കുറി കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് എന്നും നമുക്ക് ഇതിനെ വിളിക്കാം. എത്താക്രിനിക് ആസിഡ് ആണ് ഏറ്റവും ഫേമസ്. ഓക്കെ, ദെൻ മെർസാലിൽ എന്ന് പറയുന്ന ഒരു മരുന്ന് കൂടിയുണ്ട്. മെർസാലിൽ എവിടെയെങ്കിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കിപ്പോൾ അറിയില്ല. കാരണം കൂടി ഉണ്ട് എന്തായാലും. പക്ഷെ ഇത് രണ്ടും ഇപ്പോൾ ഉപയോഗം വളരെ കുറവാണ്. ദീസ് ആർ നോട്ട് നൗ യൂസ്ഡ്. സോ ഇതൊക്കെയാണ് മരുന്നുകൾ. നമുക്ക് ഇവിടെ കൈനറ്റിക്സ് കൂടി പറഞ്ഞിട്ട് ഈ സ്ലൈഡ് നമുക്ക് നിർത്താം. ഓക്കെ, സോ നമ്മൾ സംസാരിക്കുന്ന മൊത്തം ദിസ് സൾഫ റിലേറ്റഡ് ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗുകളെ കുറിച്ച് മാത്രമാണ്. എല്ലാം തന്നെ ഓറലായിട്ട് കൊടുക്കാം, ഓറൽ കൊടുക്കാം, ദെൻ IV ആയിട്ട് കൊടുക്കാം, ദെൻ വി ക്യാൻ ഓൾസോ ഗിവൺ ആസ് IM ഇഞ്ചക്ഷൻ. ഇങ്ങനെ 3 രീതിയിലും ഈ ഡ്രഗുകൾ നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് ദിസ് ഫ്രൂസിമൈഡിന്റെ ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത് കുറവാണ്, വളരെയധികം കുറവാണ്. അതുകൊണ്ട് ഇഞ്ചക്ഷൻ ആയിരിക്കും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാവുന്നത് ഇഞ്ചക്ഷൻ ആണ്. ബട്ട് വൈഡ്ലി വി യൂസ് ദിസ് ആസ് ഓറലായിട്ട് വൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്ന് കൂടിയാണ്. പക്ഷെ ബയോ അവൈലബിലിറ്റി അല്പം കുറവാണ് എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല എല്ലാത്തിന്റെയും ഹാഫ് ലൈഫും കുറവാണ്. ഹാഫ് ലൈഫ് ഓഫ് ദീസ് ഡ്രഗ്സ് ആർ ഷോർട്ട്. അതിൽ തന്നെ ലോങ്സ്റ്റ് ആക്ടിംഗ് എന്ന് പറയുന്നത് ടോർസിമൈഡ് ആണ്. കമ്പാരിറ്റീവ്ലി ദിസ് ഹാവിംഗ് ദ ലോങ്സ്റ്റ് ആക്ടിവിറ്റി. ദെൻ ഫ്രൂസിമൈഡ് ആൻഡ് ബുമിറ്റാനൈഡ് ഇതിന്റെ എല്ലാം ബയോ അവൈലബിലിറ്റി കുറച്ച് കൂടുതലാണ് കമ്പയർഡ് ടു ഫ്രൂസിമൈഡ്. അതുകൊണ്ടാണ് ഇവയെല്ലാം അധികം ഓറലായിട്ട് നമുക്ക് കൊടുക്കാവുന്നത്. എങ്കിലും പോസ്റ്റ് ഡയോറിറ്റിക് സോഡിയം റിട്ടൻഷൻ കുറച്ചുണ്ടാക്കുന്നുണ്ട് ഈ മരുന്നുകൾ. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കൂടുതൽ നേരം ഫലം കിട്ടും, ഈവൻ ദോ ദേ ഹാവ് ഷോർട്ട് ഹാഫ്. സോ ഇനി നമുക്ക് മെക്കാനിസം ഓഫ് ആക്ഷൻ പറയാം. അതിനുമ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ദിസ് ദ മോസ്റ്റ് എഫിക്കേഷ്യസ് ഡയോറിറ്റിക്സ് എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ദീസ് ആർ ഓൾസോ കോൾഡ് ആസ് ഹൈ സീലിംഗ് ഡയോറിറ്റിക്സ് എന്നുകൂടി ഇവയെ വിളിക്കും. ഹൈ സീലിംഗ് ഡയോറിറ്റിക്സ് എന്നുകൂടി ഇവയെ വിളിക്കുന്നുണ്ട്. ദീസ് ആർ കോൾഡ് ആസ് ഹൈ സീലിംഗ് ഡയോറിറ്റിക്സ്. കാരണം ഏറ്റവും കൂടുതൽ വെള്ളവും സോഡിയവും നഷ്ടപ്പെടുന്നത് ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നവരാണ്, ലൂപ്പ് ഡയോറിറ്റിക്സ് ഉപയോഗിക്കുന്നത് മൂലമാണ്. സോ വൈ, എന്തുകൊണ്ടാണ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവ പ്രവർത്തിക്കുന്നത് ലൂപ്പ് ഓഫ് ഫെൻലിയിലാണ്. ഇവിടെയാണ് ഇവ പ്രവർത്തിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഏറ്റവും കൂടുതൽ സോഡിയം വാട്ടറും റീഅബ്സോർബ് ചെയ്യുന്നത് PCTയിൽ നിന്നാണ്. PCTയിൽ ഒരു 60 to 65% സോഡിയവും വാട്ടറും റീഅബ്സോർബ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സപ്പോസ് ഇവിടെ നിന്ന് റീഅബ്സോർപ്ഷൻ നടക്കുന്നില്ല എന്ന് കരുതുക. ഈ സോഡിയം ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിലും നമുക്ക് ഇവിടെ വെച്ച് അവനെ പിടിക്കാൻ പറ്റും. വി ക്യാൻ റീഅബ്സോർബ് ഫ്രം ദ ലൂപ്പ് ഓഫ് ഫെൻലിയിൽ വെച്ചിട്ട് നമുക്ക് അവയെ റീഅബ്സോർപ്ഷൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ദിസ് എ കോമ്പൻസേറ്ററി മെക്കാനിസം. ഇവിടെ വെച്ച് നഷ്ടപ്പെട്ടാലും ഇവിടെ വെച്ച് പിടിക്കാൻ പറ്റും. ഇവിടെ എത്രയായിരുന്നു റീഅബ്സോർപ്ഷൻ? സം 25% ആണ്. 20 to 25% റീഅബ്സോർപ്ഷൻ സോഡിയം ബാക്ക് ഈസ് ഹാപ്പനിങ് ഇൻ ദ ലൂപ്പ് ഓഫ് ഫെൻലിയിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഇവിടെ വെച്ച് മാത്രമാണ് പിടിക്കുന്നെങ്കിലോ, ഇവിടെ വെച്ചാണെങ്കിൽ പിന്നീട് ഈ ഭാഗത്തും ദാറ്റ് മീൻസ് കളക്ടിംഗ് ഡക്ട്, ഇവിടെ കളക്ടിംഗ് ഡക്റ്റിൽ നിന്നും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൽ നിന്നും ആകെ നമുക്ക് പിടിക്കാൻ പറ്റുന്നത് 10 to 12 ഇത്രയും % മാത്രമേ പറ്റൂ. സോ ഇവിടെ നിന്ന് വിട്ടു കഴിഞ്ഞാൽ
and there is no compensatory mechanisms. So അതുകൊണ്ട് the drugs which are acting here in the loop of Henle, so these are called as high ceiling diuretics. മാത്രമല്ല ഇത് ഡോസ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതലായിട്ട് it will absorb sodium and water. സോഡിയം റീഅബ്സോർപ്ഷൻ ഇവിടെ വെച്ചിട്ട് കൂടുതലായിട്ട് നടത്തുകയും ചെയ്യും. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഡ്രഗുകളെ ഹൈലി എഫിക്കേഷ്യസ് ഡയൂററ്റിക്സ് ആയിട്ടുള്ളവയെ ഹൈ സീലിംഗ് ഡയൂററ്റിക്സ് എന്ന് പറയാം. സോ ദിസ് ദ ഫസ്റ്റ് പോയിന്റ്, ദേ ആർ ഹൈ സീലിംഗ് ഡയൂററ്റിക്സ്. ഇനി നമുക്ക് പറയേണ്ടത് ഡ്രഗിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ്. മെക്കാനിസം ഓഫ് ആക്ഷൻ, അതാണ് രണ്ടാമത്തെ പോയിന്റിൽ. അതിലെ ആദ്യത്തെ പോയിന്റ്, ഫസ്റ്റ് തിങ്, ബിക്കോസ് ദേ ആർ ആക്ടിങ് ത്രൂ ഡിഫറെന്റ് മെക്കാനിസംസ്, പല മെക്കാനിസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ പോയിന്റ് ആയിട്ട് ഫസ്റ്റ് മെക്കാനിസം പറയാം. സോ ദേ ഇൻഹിബിറ്റ് ട്രാൻസ്പോർട്ടർ ഇൻ ദ ലൂപ്പ് ഓഫ് ഹെൻലി. ലൂപ്പ് ഓഫ് ഹെൻലിയിൽ ഒരു ട്രാൻസ്പോർട്ടർ ഉണ്ട്. ഈ ട്രാൻസ്പോർട്ടറിനെ ഈ ലൂപ്പ് ഡയൂററ്റിക്സ് തടയും. സോ ദിസ് ദ മെഡുലറി പാർട്ട്. ഇത് മെഡുലാണ്, അത് കോട്ടക്സ് ആണ്. കൂട്ടിക്കഴിഞ്ഞാൽ കോട്ടക്സിന്റെ അടിയിലുള്ള ഭാഗമാണ് മെഡുല. മെഡുലുള്ള ആൻഡ് ദിസ് is a thick ascending loop. മുകളിലേക്ക് പോകുന്നതാണ് തിക്ക് ആണ്. ഓക്കെ, ദിസ് ഇസ് തിൻ അസെൻഡിങ് ലൂപ്പ്. സോ മെഡുലയിലുള്ള തിക്ക് അസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലിയിലുള്ള ഒരു ട്രാൻസ്പോർട്ടർ ആണ്. ആ ട്രാൻസ്പോർട്ടറുടെ പേര് സോഡിയം പൊട്ടാസ്യം 2-chloride ട്രാൻസ്പോർട്ടർ. ഇതാണ് ട്രാൻസ്പോർട്ടർ. സോ ദേ ഇൻഹിബിറ്റ് ദിസ് ട്രാൻസ്പോർട്ടർ, സോഡിയം പൊട്ടാസ്യം 2-chloride ട്രാൻസ്പോർട്ടർ ഇവിടെയുണ്ട്. ആൻഡ് ദിസ് ഇസ് ദ വൺ വിച്ച് റീഅബ്സോർബ് സോഡിയം. സോഡിയത്തെ റീഅബ്സോർബ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടർ ഇതാണ്. സോ ഇതിനെയാണ് ഈ ഡ്രഗുകൾ ലൂപ്പ് ഡയൂററ്റിക്സ് തടയുന്നത്. ആൻഡ് ഇത് തന്നെ പലതരത്തിലുള്ള ട്രാൻസ്പോർട്ടർ ഉണ്ട് കേട്ടോ. അബ്സോർട്ടീവ് ടൈപ്പ് ഉണ്ട്. സോ ഇത് അബ്സോർട്ടീവ് ടൈപ്പിനെയാണ് തടയുന്നത്. അത്ര നമുക്ക് ആവശ്യമില്ല. സോ ഇതാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ. സോ മെക്കാനിസം ഓഫ് ആക്ഷൻ 1 ഈസ് ദേ ഇൻഹിബിറ്റ് സോഡിയം പൊട്ടാസ്യം 2-chloride ട്രാൻസ്പോർട്ടർ. വൺ മെക്കാനിസം, ഇമ്പോർട്ടന്റ് മെക്കാനിസം. ഇനി രണ്ടാമത്തെ മെക്കാനിസം നമ്പർ 2 or B, they can increase the prostaglandin synthesis in kidney. കിഡ്നിയിലെ പ്രോസ്റ്റാഗ്ലാൻഡിൻ PGE2 സിന്തസിസ് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. ആൻഡ് they can also increase the COX-2 expression. COX-2 means cyclooxygenase 2ന്റെ എക്സ്പ്രഷൻ വർദ്ധിപ്പിക്കാനും ഈ മരുന്നുകളെ കൊണ്ട്. സോ പ്രോസ്റ്റാഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ എന്താ? പ്രോസ്റ്റാഗ്ലാൻഡിൻ ഇൻ ദ kidney can dilate. ഇതാണ് afferent arteriole and this can dilate this as a afferent arteriole. ഇങ്ങനെ ഇരുന്നതിനെ ഇങ്ങനെ വലുതാക്കി ഡയലേറ്റ് ചെയ്യാൻ പറ്റും. What will happen? So കൂടുതൽ ബ്ലഡ് കിഡ്നിയിലേക്ക് വരും. കൂടുതൽ ഗ്ലോമറുലസ് എത്തുമ്പോൾ that will be more filtered. So GFR will be increased. So GFR വർദ്ധിക്കും. GFR വർദ്ധിക്കുമ്പോൾ ഫിൽട്രേഷൻ കൂടും. ഫിൽട്രേഷൻ വരുമ്പോൾ കൂടുതൽ സോഡിയം ട്യൂബ്യൂൾസിനകത്തേക്ക് വരും. And this can be കൂടുതൽ സോഡിയം വരുമ്പോഴത്തേക്കും ഇൻഹിബിഷൻ ഓഫ് സോഡിയം കൂടി വരുമ്പോഴത്തേക്കും that can act as a diuretic. So that produces diuresis. ഇനി പ്രോസ്റ്റാഗ്ലാൻഡിന് വേറൊരു എഫക്ട് കൂടി ഉണ്ട്. പ്രോസ്റ്റാഗ്ലാൻഡിൻ ഈസ് എ വാസോഡയലേറ്റർ ആണ്. പ്രത്യേകിച്ച് വെയിൻസിനെ ഇറ്റ് ക്യാൻ ഡയലേറ്റ്. സോ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഹൈപ്പോടെൻഷൻ ഓൾസോ. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം, നമുക്ക് ആവശ്യം വരും. ആൻഡ് മൂന്നാമത്തെ മെക്കാനിസം എന്ന് പറയുന്നത് ദേ അബോളിഷ് ദ കോർട്ടിക്കോ മെഡുലറി ഗ്രേഡിയന്റ്. കോർട്ടിക്കോ, ദിസ് ഇസ് കോർട്ടക്സ് ഭാഗം, ഇത് മെഡുലയിലുള്ള ഭാഗമാണ്. ഓക്കെ, ഇവിടെ 300-ലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക ഓസ്മോളാലിറ്റി. ഇവിടെ വരുമ്പോഴത്തേക്കും 1200 മില്ലി ഓസ്മോൾ പെർ അത്രയുണ്ട്, മില്ലി ഓസ്മോൾ ഉണ്ട്. സോ ദിസ് ഈസ് കോൾഡ് ആസ് കോർട്ടിക്കോമെഡുലറി ഗ്രേഡിയന്റ്. സോ ഇത് വളരെ അത്യാവശ്യമാണ് യൂറിൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. അതിനെ ഇല്ലാതെയാക്കും. അതില്ലാതാകുമ്പോഴത്തേക്കും ദാറ്റ് വിൽ ഇൻക്രീസ്. സോ കൗണ്ടർ കറന്റ് മെക്കാനിസംസ് ഇല്ലാതാകുമ്പോഴത്തേക്കും ദാറ്റ് വിൽ ഇൻക്രീസ് ദ വാട്ടർ ആൻഡ് സോഡിയം ലോസ് ത്രൂ യൂറിൻ. വാട്ടറും സോഡിയം കൂടുതലായിട്ട് നഷ്ടപ്പെടും. സോ ദാറ്റ് ആക്ട് ആസ് എ ഡയൂററ്റിക്. ആൻഡ് നാലാമത്തത്, ദിസ് ലൂപ്പ് ഡയൂററ്റിക്സ് ഡിപ്രസ് ദ പോസിറ്റീവ്. മൂന്നാമത്തെ നമ്മൾ എഴുതിയില്ല. മൂന്നാമത്തത് abolish cortico medullary gradient ആണ് പറഞ്ഞത്. ആൻഡ് നാലാമത്തെ നമ്മൾ പറയുന്നത് these loop diuretics depress the positive and negative free water clearance. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല because it will take a lot of time. ഓക്കെ, അതുകൊണ്ട് ഞാൻ വിടുകയാണ്. ആൻഡ് അഞ്ചാമത്തെ പോയിന്റ് മീൻസ് this drug is weak inhibitor of carbonic anhydrase. കാർബോണിക് അൺഹൈഡ്രേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു വീക്ക് ആയിട്ടുള്ള ഒരു ഇൻഹിബിറ്റർ ആണ്. സോ വീക്ക് കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്ററി ആക്ഷൻസ്. സോ ഇത്രയും മെക്കാനിസത്തിലൂടെയാണ് ലൂപ്പ് ഡയൂററ്റിക്സ് പ്രൊഡ്യൂസിങ് ഡയൂററ്റിക് ആക്ഷൻ. സോ ഇറ്റ്സ് എ പവർഫുൾ ഡയൂററ്റിക്. ഇനി നമുക്ക് യൂസസ് ഓഫ് ലൂപ്പ് ഡയൂററ്റിക്സ് പറയാം. യൂസസും അഡ്വേഴ്സ് എഫക്റ്റും പറയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പറയാത്ത എന്തെങ്കിലുമൊക്കെ മെക്കാനിസംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇതിനകത്ത് ഉൾപ്പെടുത്താം. ഓക്കെ, യൂസസ് പറയുമ്പോഴത്തേക്കും നമ്പർ 1 യൂസ് ഇൻ എഡീമ. OEDEMA. അതിൽ O ഇല്ലെങ്കിലും കുഴപ്പമില്ല, എഡീമ എന്നിങ്ങനെയും എഴുതാം. ഓക്കെ, സോ നീർക്കെട്ട്. സോ ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യൂസ്? നമ്പർ 1 ഇൻ അക്യൂട്ട് പൾമണറി എഡീമ. അക്യൂട്ട് പൾമണറി എഡീമയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ആൻഡ് ഹിയർ
Furosemide is the drug of choice. Drug of choice ആയിട്ട് ഉപയോഗിക്കുന്നത് acute pulmonary edema-യിൽ നമ്മൾ ഉപയോഗിക്കുന്നത് Furosemide എന്ന loop diuretic ആണ്. So acute pulmonary edema ഉണ്ടാവാൻ കാരണം എന്തുകൊണ്ടാണ്? That is because of the acute left ventricular failure മൂലമാണ് ഉണ്ടാവുക. So blood pulmonary circulation ഇങ്ങനെ കിടക്കും. നമ്മൾ ചെയ്യേണ്ടത് ലങ്സിലേക്കുള്ള ബ്ലഡ് കുറയ്ക്കുക എന്നുള്ളതാണ്. സോ എങ്ങനെയാണ് അതിന്റെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ദിസ് Furosemide can increase the prostaglandins ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു. Prostaglandins are venodilators, blood vessel-നെ ഡയലേറ്റ് ചെയ്യും. സോ venodilation ഉണ്ടാക്കും. സോ ഹൃദയത്തിലേക്കുള്ള ബ്ലഡ് സപ്ലൈ വിൽ ബി കുറയും. സോ ഡിക്രീസ് ദ preload of the heart will decrease. So this will shift the blood from pulmonary circulation നിന്ന് ബ്ലഡിനെ systemic circulationലേക്ക് മാറ്റും. കൊണ്ടുവരും. Okay. So ഇവിടെ loop diuretics Furosemide ആണ് ഞാൻ പറഞ്ഞു drug of choice. ഇനി ഇത് ഫലിച്ചില്ലെങ്കിൽ what drug we can give? We can add morphine ആണ്. Morphine because of histamine release. Okay, morphine കൊടുക്കാം. എന്നിട്ടും പറ്റില്ലെങ്കിൽ we can go for nitroglycerin നമുക്ക് കൊടുക്കാം. That's also a venodilator. So first use in acute pulmonary edema. Second use in all other refractory edemas including ഞാൻ പറഞ്ഞ acute pulmonary edema-യിൽ ഉൾപ്പെടെ ആണ് ഞാൻ പറയുന്നത്. So refractory edemas ഉണ്ടാവാനുള്ള കാരണം എന്താണ്? That is because of organ failure. ഏതെങ്കിലും organ failure ആകുമ്പോഴാണ് refractory edema ഉണ്ടാവുന്നത്. Suppose if the organ is heart fail ആയി കഴിഞ്ഞാൽ severe CHF ഉപയോഗിക്കാം. In kidney failure ആണെങ്കിലോ CKD chronic kidney disease ഉണ്ടാവും. Then in nephrotic syndrome ഇവിടെ എല്ലാം the drug of choice is loop diuretics. We give Furosemide ആയിരിക്കും കൊടുക്കുക. ധൈര്യമായിട്ട് കൊടുക്കുക. Suppose the CHF is mild CHF ആണെങ്കിൽ we will try first thiazide diuretic കൊടുക്കും. thiazide കൊടുത്തു നോക്കും. ഫലമില്ലെങ്കിൽ we will shift to loop diuretic. Then in cirrhosis of liver conditions ഫസ്റ്റ് നമ്മൾ spironolactone ആയിരിക്കും കൊടുത്തു നോക്കുക. That's also diuretic, potassium sparing diuretic ആണ്. If not effective we will go for loop diuretic. Then ascites is also related to cirrhosis. Then cerebral edema ആണെങ്കിൽ if in case of cerebral edema we will first give mannitol ആയിരിക്കും കൊടുക്കുക. mannitol ഉദ്ദേശിച്ച ഫലമില്ലെങ്കിൽ we will add loop diuretic. So എല്ലാത്തിന്റെയും അവസാനം refractory ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ we will add loop diuretic. So this is the action plan. ഇനി അടുത്ത ഉപയോഗം in hypercalcemia and also in hyperkalemia. hyperkalemiയയിലും hypercalcemia നമുക്ക് കൊടുക്കാം. ഓക്കെ, പ്ലാസ്മയിലെ കാൽഷ്യം കൂടിയാലും hypercalcemia means increase in calcium, hyperkalemia means increase in potassium. ഇത് രണ്ട് കൂടിയാലും നമുക്ക് loop diuretics നമുക്ക് കൊടുക്കാം. hypercalcemiaയിൽ നമ്മൾ ആദ്യം കൊടുക്കുക. in case of hypercalcemia we will give saline plus loop diuretics ആണ് ഫസ്റ്റ് ലൈൻ ഡ്രഗ്. ദെൻ ഇത് പറ്റിയില്ലെങ്കിലാണ് നമ്മൾ കാൽസിറ്റോണിനും ദെൻ ബിസ്ഫോസ്ഫോണൈഡ്സ് എന്ന് പറയുന്ന ഡ്രഗ് ഗ്രൂപ്പ് നമ്മളിത് ഡിസ്കസ് ചെയ്താണ്. ഹൈപ്പർകാൽസീമിയ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത. ദെൻ ഇൻ ഹൈപ്പർകലീമിയയിലും നമുക്ക് ഇത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഉപയോഗം ഇൻ ഹൈപ്പർ ടെൻഷനിലാണ്. ഹൈപ്പർ ടെൻഷനിൽ എങ്ങനെ ഉപയോഗിക്കുന്നു വെച്ചാൽ ഹൈപ്പർ ടെൻഷനിൽ ഇറ്റ്സ് നോട്ട് ദ ഓർഡിനറി ഡ്രഗ് ഓഫ് ചോയ്സ്. ലൂപ്പ് ഡയോറിറ്റിക്സ് അല്ല. വി വിൽ ഗോ ഫോർ thiazide ഗ്രൂപ്പ് ഓഫ് ഡയോറിറ്റിക്സ് ആണ്. ബിക്കോസ് thiazides are long acting ആണ്. loop diuretics short acting ആണ് നമ്മൾ പറഞ്ഞു. So we will not prefer loop diuretics, we will go for thiazide. And still പോരെങ്കിൽ we will go for spironolactone പോലെയുള്ള മറ്റൊരു ഡയോറിറ്റിക്കിലേക്ക് പോകും. Still it is not working, we will go for loop diuretics. ഇവിടെ തേർഡ് ലൈൻ ആയിരിക്കും. ഡയോറിറ്റിക്സ് വേണ്ട കേസിൽ മൂന്നാമത്തെ ലൈനായിരിക്കും നമ്മൾ കൊടുക്കുക. ആൻഡ് അവിടെ കൊടുക്കണമെങ്കിൽ നമുക്ക് ടോർസിമൈഡ് ആയിരിക്കും കൊടുക്കുക. ടോറോസിമൈഡ് ആണ് കൊടുക്കുക. ബിക്കോസ് ദിസ് ഈസ് ലോങ് ആക്ട്. ഫ്രൂസിമൈഡ് അല്ല കൊടുക്കുക. ഇൻ അക്യൂട്ട് കേസസ് വല്ലതും വരികയാണെങ്കിൽ we will go for Furosemide. Okay, so ഇതെല്ലാമാണ് ലൂപ്പ് ഡയോറിറ്റിക്സിന്റെ യൂസസ്. ഇനി നമുക്ക് കാണേണ്ടത് ലൂപ്പ് ഡയോറിറ്റിക്സിന്റെ അഡ്വേഴ്സ് എഫക്റ്റുകളാണ്. അഡ്വേഴ്സ് എഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് നമ്പർ 1 നമുക്ക് എഴുതാവുന്നത് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസസ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഡിസ്റ്റർബൻസസ് ഉണ്ടാക്കാം. ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസസ് ഏതെല്ലാം കുറയ്ക്കാന്ന് വെച്ചാൽ സോഡിയം കുറയ്ക്കാം, പൊട്ടാസ്യം കുറയ്ക്കാം, ഓക്കെ, പ്രോട്ടോൺ കുറയ്ക്കാം, കാൽഷ്യം കുറയ്ക്കാം, മഗ്നീഷ്യം കുറയ്ക്കാം. ഇവയെല്ലാം പോസിറ്റീവ് മാത്രമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ നെഗറ്റീവ് ഉണ്ട്, ക്ലോറൈഡ് കുറയ്ക്കാം, ഫോസ്ഫേറ്റ് കുറയ്ക്കാം. സോ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഓർ ക്യാൻ ഡിക്രീസ് ഓൾ ദ അയോൺസ്, ഓൾമോസ്റ്റ് ഓൾ അയോൺസ് എല്ലാം കുറയ്ക്കും. ഇനി സോഡിയം കുറയ്ക്കാൻ കാരണം എന്തുകൊണ്ടാണ്? അതിവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബിക്കോസ് ഓഫ് സോഡിയം പൊട്ടാസ്യം ടു ക്ലോറൈഡ് ട്രാൻസ്പോർട്ടറിനെ തടയുന്നു. സോ ദാറ്റ്സ് ദ മെക്കാനിസം ആക്ഷൻ. അതുകൊണ്ട് സോഡിയം താഴത്തേക്ക് പോകും. സോ സോഡിയം കുറയുമ്പോൾ എന്തായിരിക്കും പ്രശ്നം? ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് സഡൻ ഓർ അക്യൂട്ട് ഹൈപ്പോനേട്രീമിയ ഉണ്ടാക്കാം. ഹൈപ്പോനേട്രീമിയ എന്ന് വെച്ചാൽ ബ്ലഡിൽ സോഡിയത്തിന്റെ ലെവൽ കുറയ്ക്കുക. ദാറ്റ്സ് എ സീരിയസ് കണ്ടീഷൻ. അക്യൂട്ട് ഹൈപ്പോടെൻഷനും കൂടെ ഉണ്ടാക്കാം, ഹൈപ്പോടെൻഷനും കൂടെ ഉണ്ടാക്കാം. സോ ശ്രദ്ധ വേണ്ട കേസാണ് ഹൈപ്പോനേട്രീമിയ ഉണ്ടാക്കുന്നത്. രണ്ടാമത്തത് പൊട്ടാസ്യം എന്തുകൊണ്ട് കുറയ്ക്കുന്നു എന്ന് വെച്ചാൽ അത് നമ്മൾ ഓൾറെഡി കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സിൽ നമ്മൾ വളരെ ലെങ്തി ആയിട്ട് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എങ്കിലും ജസ്റ്റ് പറയാം, വെൻ സോഡിയം ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെയുള്ള പ്രിൻസിപ്പൽ സെൽസിൽ സോഡിയം എടുക്കണമെങ്കിൽ നമ്മൾ പൊട്ടാസ്യം കളഞ്ഞേ പറ്റൂ. തിരിച്ച് പൊട്ടാസ്യം കൊടുത്താലേ നമുക്ക് സോഡിയം, വെള്ളം കൂടുതലാണ്, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങ് പോകും. സോ അതുകൊണ്ടാണ് പൊട്ടാസ്യം കുറയ്ക്കുന്നത്. ഓർ ഇറ്റ് ക്യാൻ കോസ് ഹൈപ്പോകലീമിയ ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഹൈപ്പർ കലീമിയയുടെ ട്രീറ്റ്മെന്റിലും ഉപയോഗിക്കാം എന്ന് നമ്മൾ കണ്ടു. ഇനി എന്തുകൊണ്ട് കാൽഷ്യം, മൂന്നാമത്തെ പോയിന്റ്, എന്തുകൊണ്ട് കാൽഷ്യം കുറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ സാധാരണ രീതിയിൽ ഇവിടെ ഉള്ള ട്രാൻസ്പോർട്ടർ ഉണ്ട്. ട്രാൻസ്പോർട്ടർ സോഡിയം അകത്തേക്ക് എടുക്കുമ്പോൾ പൊട്ടാസ്യം പുറത്തേക്ക് പൊക്കൊണ്ടിരിക്കാം. സോ സോഡിയം അത് പറയുമ്പോൾ പൊട്ടാസ്യം ഇങ്ങോട്ടേക്ക് കൂടുതലായിട്ട് വരുന്നു. സോ കെ പ്ലസ് ഇവിടെ കൂടുമ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരും. അപ്പൊ കാൽഷ്യവും മാഗ്നീഷ്യവും ഇവിടെ എത്തുന്നു. അത് പാരാസെല്ലുലാർ വഴി റീഅബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കാം. വെൻ വി ഇൻഹിബിറ്റ് ദിസ്, ഇതിനെ തടഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ പ്രോസസ് മൊത്തം നിൽക്കും. ഈ പ്രോസസ് നിൽക്കുമ്പോൾ കാൽഷ്യം ആൻഡ് ഓൾസോ മാഗ്നീഷ്യം റീഅബ്സോർഷൻ താഴത്തേക്ക് വരും. സോ അപ്പോ ഹൈപ്പോകാൽസീമിയ ഉണ്ടാക്കാം. പക്ഷേ ഈ ഹൈപ്പോകാൽസീമിയ അത്ര സിഗ്നിഫിക്കന്റ് അല്ല, ഇറ്റ്സ് ഇൻസിഗ്നിഫിക്കന്റ്. കാരണം ഹൈപ്പോകാൽസ്യം ഉണ്ടായി കഴിഞ്ഞാൽ GIT-യിൽ നിന്ന് കാൽഷ്യം അബ്സോർഷൻ വർദ്ധിപ്പിക്കാം, ഓർ എല്ലിൽ നിന്ന് ബോൺ റിസോർപ്ഷൻ വഴി കൂടുതൽ കാൽഷ്യം ബ്ലഡിലേക്ക് എത്തിക്കാം. സോ അതുകൊണ്ട് അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഇനി മാഗ്നീഷ്യം കുറച്ചു കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ കോസ് ഹൈപ്പോമാഗ്നീഷ്യമീയ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാക്കാം. ആൻഡ് ഹൈപ്പോമാഗ്നീഷ്യമീയ ഉണ്ടാകുമ്പോൾ ദിസ് ക്യാൻ കോസ് സ്യൂഡോ ഗൗട്ട് ഉണ്ടാക്കാം. സ്യൂഡോ ഗൗട്ട് ഓർ വേറെ പേര് കോൺട്രോകാൽസിനോസിസ് എന്നും നമ്മൾ വിളിക്കും. സോ ഹൈപ്പോമാഗ്നീഷ്യം ഉണ്ടാകുമ്പോൾ വേറൊരു പ്രശ്നം കൂടി ഉണ്ടാക്കാം. ഇറ്റ് ക്യാൻ പ്രോൺ ടു അരിത്മിയക്കുള്ള ചാൻസും കൂടി വർദ്ധിപ്പിക്കാം എന്ന് നമ്മൾ ഓർത്തിരിക്കുക. സോ ഇതെല്ലാമാണ് കാൽഷ്യവും മാഗ്നീഷ്യവും കുറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. ഇനി H+ നഷ്ടപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? H+ യൂറിനിൽ എത്തുമ്പോഴത്തേക്കും യൂറിൻ കുറച്ച് അസിഡിക് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അപ്പോഴത്തേക്കും ബ്ലഡ് ബിക്കം ആൽക്കലൈൻ ആകും. ഓർ ദിസ് ക്യാൻ കോസ് മെറ്റബോളിക് ആൽക്കലോസിസ്, സ്ലൈറ്റ് മെറ്റബോളിക് ആൽക്കലോസിസ്, ബ്ലഡ് pH ഉയരാം. പക്ഷെ ഈ എഫക്ട് വളരെ നെഗ്ലിജിബിൾ ആണ്. സോ ഇത്രയും നമ്മൾ കുറയ്ക്കുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തെങ്കിലും വർദ്ധിപ്പിക്കുമോ എന്നാണ് ഇനി ചോദ്യമെങ്കിൽ, സോ ഇത്രയും സാധനങ്ങൾ കുറയുമ്പോൾ പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മാഗ്നീഷ്യം, ക്ലോറൈഡ് എല്ലാം കുറയുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ബ്ലഡിന്റെ ഓസ്മോളാലിറ്റി കുറയും. ബ്ലഡിന്റെ ഓസ്മോളാലിറ്റി കുറയുമ്പോൾ ബ്ലഡ് അല്ലെങ്കിൽ ബോഡി എന്ത് ചെയ്യും? ബോഡി വിൽ ട്രൈ ടു ഇൻക്രീസ് ദ ഓസ്മോളാലിറ്റി ബൈ സം അതർ കൗണ്ടർ മെക്കാനിസംസ് എന്താ ചെയ്യുക? ഒന്ന് യൂറിക് ആസിഡ് പിടിച്ചു വെക്കുക എന്നുള്ളതാണ്. സോ ഇൻക്രീസ്ഡ് യൂറിക് ആസിഡ് കൂടുമ്പോൾ precipitate gout. സോ യൂറിക് ആസിഡ് കൂടാം. 2 ഗ്ലൂക്കോസിനെ പിടിച്ചു വെക്കാം. സോ ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടാക്കാം. സോ precipitate diabetes. 3 ഹൈപ്പർലിപ്പിഡീമിയ ഉണ്ടാക്കാം. ഓക്കെ. സോ ഇൻക്രീസ്ഡ് ലിപ്പോപ്രോട്ടീൻസ് എല്ലാം ഇൻക്രീസ് ചെയ്യാം. ഇതെല്ലാം കൗണ്ടർ ആയിട്ട് ചെയ്യുന്നതാണ്. ബട്ട് ദീസ് ഓൾ ക്യാൻ ബി ഇൻക്രീസ്ഡ്. സോ ഇത്രയും കുറയ്ക്കുകയാണെങ്കിൽ ഇത്രയും കൂട്ടുകയാണ്. സോ ഇതെല്ലാമാണ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസസിൽ നമുക്ക് പറയാവുന്നത്. ഇനി അതർ ദാൻ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസസ്, വാട്ട് ആർ ദ അതർ സൈഡ് എഫക്ട്സ് എന്ന് വെച്ചാൽ, വൺ വി ക്യാൻ സേ ഹൈപ്പോട്ടൻഷൻ ഉണ്ടാക്കാം. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഇൻക്രീസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. രണ്ടാമത്തത് പ്രധാനപ്പെട്ട ടോക്സിറ്റിയാണ് ഓട്ടോടോക്സിറ്റി. ഓട്ടോ മീൻസ് സംതിങ് റിലേറ്റഡ് ടു ഇയർ, ചെവിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. സോ അതുണ്ടാവാൻ കാരണം ഡ്യൂ ടു ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ആണ്. ഇംബാലൻസ് ഇൻ ദ എൻഡോലിംഫിലാണ് ഹെയർ സെൽസ് ഇങ്ങനെ കിടക്കുന്നത്. സോ എൻഡോലിംഫിൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാക്കുമ്പോൾ ദാറ്റ് ക്യാൻ ഡാമേജ് ടു ഇയർ. ഇത് നേരിട്ട് ഭയങ്കരമായിട്ട് ഡാമേജ് ഉണ്ടാക്കുകയല്ല, ദാറ്റ് മേക്ക് അതർ ഡ്രഗ്സ് വിച്ച് ആർ പ്രോൺ ഫോർ ഓട്ടോടോക്സിറ്റി. അങ്ങനെയുള്ള ഡ്രഗുകൾ ഏതൊക്കെയാണ്? അമിനോഗ്ലൈക്കോസൈഡ്, സിസ്പ്ലാറ്റിൻ, ആംഫോടെറിസിൻ ബി, വാങ്കോമൈസിൻ. സോ ഇങ്ങനെയൊക്കെയുള്ള ഡ്രഗുകൾക്ക് ഓട്ടോടോക്സിറ്റി ഉണ്ടെന്ന് അറിയാം. ദാറ്റ് ഓട്ടോടോക്സിറ്റി വിൽ ബി ഇൻക്രീസ്ഡ് ബൈ ലൂപ്പ് ഡയൂറിറ്റിക്. ബട്ട് നമ്മൾ വേറൊരു ലൂപ്പ് ഡയൂറിറ്റിക് പഠിച്ചായിരുന്നു, എത്താക്രിനിക് ആസിഡ് എന്ന് പറയുന്ന ഒരെണ്ണം നമ്മൾ പറഞ്ഞു. അത് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു, കാരണം ഓട്ടോടോക്സിറ്റി ആണ്. ആൻഡ് ദിസ് ക്യാൻ കോസ് പെർമനന്റ് ഡെഫ്നെസ്, കേൾവി പോകാവുന്ന പ്രശ്നം ഉണ്ടാക്കാവുന്നത് കൊണ്ടാണ്, പെർമനന്റ് ഓട്ടോടോക്സിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് എത്താക്രിനിക് ആസിഡ് നമ്മൾ ഒട്ടും ഉപയോഗിക്കാത്തത്. ബട്ട് ദിസ് നേരിട്ട് കൂടുതൽ ഉണ്ടാക്കുന്നില്ല, ബട്ട് ഇറ്റ് ക്യാൻ മേക്ക് അതർ ഡ്രഗ് വിച്ച് ക്യാൻ കോസ് ഓട്ടോടോക്സിറ്റി
ടോക്സിസിറ്റി അത് കൂട്ടാനായിട്ട് പറ്റും. ഇനി പ്രോസ്റ്റാഗ്ലാൻഡിൻ വർദ്ധിപ്പിക്കുന്നതും കോക്സിനെ തടയുന്നതുമായിട്ടുള്ള മരുന്നുകളായതുകൊണ്ട് ഒരു ഡ്രഗ് ഇന്ററാക്ഷൻ നമുക്ക് പറയാവുന്ന NSAIDs ആയിട്ടാണ്. NSAIDsന്റെ ആക്ഷൻ ഇത് ബ്ലണ്ട് ചെയ്യാനായിട്ട് സാധ്യതയാണ്. സോ ഇൻഹിബിറ്റ് ദ ആക്ഷൻ ഓഫ് ബോത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലണ്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് കിടപ്പുണ്ട്. ദെൻ NSAIDsന്റെ കൂടെ ലൂപ്പ് ഡയോറിറ്റിക്സ് പ്ലസ് NSAIDs പ്ലസ് AC ഇൻഹിബിറ്റേഴ്സ്, ഇത് മൂന്നും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ട്രിപ്പിൾ വാമി എഫക്ട് എന്ന് പറയും. ട്രിപ്പിൾ വാമി എഫക്ട്. സോ അതുകൊണ്ട് അത് മൂന്നും കൂടി കമ്പൈൻ ചെയ്യുക, ഒഴിവാക്കുക. ദെൻ മറ്റൊരു ഇന്ററാക്ഷൻ, നാലാമത്തെ ഒരു ഇന്ററാക്ഷൻ പറയുന്നത് ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് പൊട്ടാസ്യം കുറയ്ക്കുന്നതുകൊണ്ടാണ്. പൊട്ടാസ്യം കുറയ്ക്കുമ്പോൾ ഡിജിറ്റാലിസ് ടോക്സിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഡ്രഗുകൾക്ക് പറ്റും. അതും ഒരു ഡ്രഗ് ഇന്ററാക്ഷൻ. ദെൻ പിന്നെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ട് പറയാവുന്നത് സൾഫ ഡ്രഗുകളാണെന്ന് പറഞ്ഞു. സൾഫൈറ്റ് റിലേറ്റഡ് ഡ്രഗ് ആണ്. സോ നമുക്ക് അലർജി എന്തായാലും എഴുതാവുന്നതാണ്, അലർജി പ്രോൺ ടു അലർജിക് റിയാക്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലൂപ്പ് ഡയൂറിറ്റിക്സിനെ കുറിച്ച് പറയാനുള്ളത്. സോ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ we will see about thiazide diuretics. So thank you for patient listening.